പാർലയുടെ ന്യൂട്രി ക്രഞ്ച് ഡൈജസ്റ്റീവ്സ് തമ്മിൽ മാറിപ്പോയത് ന്യൂട്രി ചോയ്സ് ഡൈജസ്റ്റീവ്സും ഉണ്ട്. അത് ബ്രിട്ടാനിയയുടെയാണ്. ഇത് പാർലയുടെ ന്യൂട്രി ക്രഞ്ച് ഡൈജസ്റ്റീവ്സ് വിത്ത് മില്ലറ്റ്സ് ആണ്. ജോവറാണ് മെയിൻ. 20 രൂപ 100 ഗ്രാം. മില്ലറ്റിന്റെ പൊടിയൊക്കെ കൊണ്ട് ഉണ്ടാക്കുന്ന പലഹാരത്തിന് അത്രയും മണമില്ല. ഒരു ബിലോ മീഡിയം മണം, കൂടെ ഒരു ബേക്ക് ചെയ്ത മണവും. 12 ബിസ്ക്കറ്റ് ഉണ്ട്. കാണാൻ നല്ല ക്ലീൻ ആണ്. പുറമെ പൊടിയൊന്നും ഇല്ലാതെ പൊടിയാതെയൊക്കെ ഒരു നല്ല സെറ്റപ്പായി ആണ് കിട്ടിയത്. ടേസ്റ്റ് അങ്ങനെയൊന്നും പറയാനില്ല. ഒരു മില്ലറ്റ് ബേസ്ഡ് ബിസ്ക്കറ്റിൻ്റെ ഒക്കെ ഒരു ഫീൽ ഉണ്ട്. ബ്രിട്ടാനിയ ഡൈജസ്റ്റീവ്സിൻ്റെ പോലെ വീറ്റിൻ്റെ രുചിയല്ല, വേറെ ഒരു സിമ്പിൾ രുചി. ഇതിൽ മൈദയാണ് 40%, ജോവർ 5%. ഈ മില്ലറ്റ് ബേസ്ഡ് ബിസ്ക്കറ്റ് ഒക്കെ കഴിക്കുമ്പോഴുള്ള ആ ഒരു ഗ്രേനി ടെക്സ്ചർ ഉണ്ട്. തരി പോലെ ചവയ്ക്കുമ്പോൾ ഇതിലുണ്ട്. സംഭവം വീറ്റ് ബ്രാൻ ഒക്കെയാണ്. കൊള്ളാം, ക്വാളിറ്റി ഫീൽ ഉണ്ട്. പക്ഷേ ഒരു മൈദ ബിസ്ക്കറ്റ് പോലെ ഒരു ഫീൽ ഉണ്ട്. ടീ ടൈമിൽ കൊള്ളാം. 7.6 കൊടുക്കുക റേറ്റിംഗ്. ഹലോ, ഇത് നെസ്കഫയുടെ ചിൽഡ് ലാറ്റയാണ്. കോഫി ആൻഡ് മിൽക്ക് ബിവറേജ് 40 രൂപയാണ് ഇത് പാക്കറ്റിന്റെ വില. ഒരു മീഡിയം തിക്കിൽ വന്നിരിക്കുന്ന ഈ ചിൽഡ് ലാറ്റ ഒരു കോൾഡ് കോഫി കുടിക്കുന്ന ഫീലാണ്. ലാറ്റ അത്ര സ്ട്രോങ് ഫ്ലേവർ ആയിട്ടല്ല ഇതിന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൊതുവെ ലാറ്റയ്ക്ക് വരുന്ന ഒരു കൈ പോലത്തെ ഒരു ടേസ്റ്റ് ഇതിനില്ല. ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 8.5 കൊടുക്കാം 10.